ഫ്രണ്ട്സ് സ്റ്റോറി ആയിട്ട് പോകാൻ നമ്മളുടെ ടൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. നമുക്ക് 47 മെമ്പേഴ്സ് സിഒസ് ഫേമസ് സിഒസ് ആണ്. ഓരോന്ന് കമ്പനി റൺ ചെയ്യാണ്. ഫേമസ് സെലിബ്രിറ്റി മാതിരിയാണ് 47 മെമ്പർ. ഓരോന്നാൾക്ക് ഓരോന്ന് കമ്പനി. അത് മാത്രമല്ല ജിമ്മിന് ഒരു ആക്ടർ വെക്കൂ, സിംഗർ. അത് മാത്രമല്ല 3 പേരാണ്. അതെ, നമ്മൾ ജിന്ന് ഒരു ബിസിനസ് കമ്പനി റൺ ചെയ്യാണ്. ഓരോന്ന്. അത് മാത്രമല്ല വി മ്യൂസിക് കമ്പനി ജേഹബ് ഡാൻസ് ടീച്ചർ ഡാൻസ് കമ്പനി വെച്ച് റൺ ചെയ്യും. അത് മാത്രമല്ല നമ്മൾ ജിമ്മിൻ ഒരു ആക്ടർ വെക്കും, പിന്നെ ഫാഷൻ ഡിസൈൻ കമ്പനി വെച്ച് റൺ ചെയ്യും. അതെ, നമ്മൾ പറഞ്ഞ കോളേജ് പ്രൊഫസർമാർ കോളേജ് പ്രിൻസിപ്പൽ ചെയർമാൻ. അത് മാത്രമല്ല ക്ലാസ് വന്നെടുക്കും. നമുക്ക് 47 മെമ്പേഴ്സ് വെച്ചിട്ട് സ്റ്റോറി നോക്കാം. ജിന്ന ഒരു ഹോസ്പിറ്റൽ വെച്ച് റൺ ചെയ്യുക. ഡോക്ടർ എന്ന് പട്ടം വാങ്ങിയിട്ടുണ്ടോ, ബിസിനസ് മാൻ. ഓക്കെ, നമ്മൾ 47 മെമ്പർ ഓരോന്ന് കമ്പനി വെച്ച് റൺ ചെയ്യുക. നമുക്ക് സ്റ്റോറിക്ക് പോവാം. എങ്ങനെ 47ക്ക് നമ്മളെ ചബ്ബി ക്യൂട്ട് ഗേൾക്ക് എങ്ങനെ അവർക്ക് 2 പേർക്ക് 7 പേർക്ക് ഹീറോയ്ക്ക് എങ്ങനെ ലവ് സ്റ്റോറി സ്റ്റാർട്ടാണെന്ന് നമുക്ക് നോക്കാം. സ്റ്റോറിക്ക് പോവാം. ഏയ് മിയ കുട്ടി നിക്കടി, പോമോ. എപ്പോൾ നോക്കുക മിയ കൊച്ചി വിളിച്ച് ടോർച്ചർ ചെയ്യണ്ട മോം. മിയ പറഞ്ഞിട്ട് കേൾക്ക് മോം, എനിക്ക് വേണ്ട. എന്ത് വ്ളഗർ, എന്തിപ്പാ ജ്യൂസ് വേണ്ട. എപ്പോൾ നോക്കുക എന്നെ എല്ലാവരും ചബ്ബികളും വെച്ച് കിണത്തി വിളിക്കില്ല. ഞാൻ എപ്പോൾ ക്യൂട്ടായിട്ട് അച്ഛനും ഡാഡി മമ്മി പറയാം. എപ്പോൾ നോക്കുക ക്യൂട്ട് ഗേള് എന്നെ കോളേജിൽ റാഗിങ് ചെയ്യുക എന്ന് ചബ്ബിയായിട്ട് ക്യൂട്ടായിട്ട് പറയാൻ തുടങ്ങിയായിരുന്നു. ശരി, ഓക്കെ. ഡാഡിയോടെ മമ്മി എന്നെ മിയാക്കായിരുന്നു. ഓ നിന്റെ ഡാഡിയാ, എൻ്റെ ഡാഡി എന്തോന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്, പോ ലാബക്ക് എന്ന് പറയായിരുന്നു. ഹീറോ ലാബക്ക് വന്നു. മിയ ഏയ് നീ എന്തടി ഇവിടെ ചെയ്യുന്നേ? പിങ്കി ആയിരുന്നു. ഏയ് നിന്റെ ഡാഡി എന്താ ചെയ്യുക? എൻ്റെ ഡാഡി കാണുന്നില്ല, നിന്റെ ഡാഡി കാണുന്നില്ല. സീക്രട്ട് ലാബ് റൂമിൽ പോയിട്ട് എന്താ 2 പേര് ചെയ്യാം, ബാ നോക്കാം എന്ന് പറഞ്ഞ് 2 പേര് റൂമിൻ്റെ അകത്ത് പോയിരുന്നു. അവിടുത്തെ സിസ്റ്റം പറയാൻ തുടങ്ങി. അതെ, അവിടുത്തെ റോബോട്ട് പറയാൻ തുടങ്ങി. നിങ്ങൾ പോകണോ? അതെ, ഞങ്ങൾക്ക് പോകണോ എന്ന് പറഞ്ഞു. ശരി, ഓക്കെ മാം, പോയിക്കോ എന്ന് പറഞ്ഞ് ഇങ്ങനെ തല വക്കി ആന ഹീറോ അകത്ത് വന്നു. അവിടെ വെച്ച് ഡാഡിയും ഇത് ശരിയാക്കാം, അത് ശരിയാക്കാം, റെഡിയായി അപ്പ സമാധാനമായി എന്ന് പറഞ്ഞ് കുട്ടി ആ ഫോട്ടോത്തിൽ കാണുന്ന അത് റെഡിയാക്കായിരുന്നു. അപ്പോൾ എത്ര റെഡിയായി, ചിപ്പൽ വെച്ച് കഴിഞ്ഞു. ശരി, ഓക്കെ. എന്നിട്ട് ഡാഡി, അയ്യോ എന്ത് പറ്റി, എന്തടി മിയ, എന്താ ചെയ്യുക? ഡാഡി എത്ര നേരം ലാബിലുള്ള, എന്താ ചെയ്യുക? ഒന്നില്ല എന്ന് മറച്ചു വെക്കായിരുന്നു. ശരി മമ്മി വിളിക്കാം വാ എന്ന് പറഞ്ഞു. മിയ ടെൻഷനിൽ പോയിരുന്നു. അപ്പോൾ സമാധാനം, അവൾ കണ്ടിട്ടില്ലല്ലേ? ഇല്ല പിങ്കിൻ്റെ ഡാഡി പറയാം, ഇല്ല അവൾ കണ്ടിട്ടില്ല. ശരി, സമാധാനമായി എന്ന് പറഞ്ഞ് 2 പേര് വെളിയിൽ വന്ന്. മോളെ, എൻ്റെ ഡാഡി ഇന്ന് കോളേജിൽ പോ, ഇന്ന് പണം. എൻ്റെ ഡാഡി, ശരി മോളെ പോയിക്കോ എന്ന് പറഞ്ഞ് പണം കൊടുത്തയച്ച്. മിയാക്ക് ഭയങ്കര ഹാപ്പി. ടിഫിൻ അയച്ചു, 2 പേർക്ക് ടിഫിൻ കൊടുത്തയച്ചു. 2 പേരും മമ്മി. അതെ, ഫാമിലി ഫ്രണ്ട്സ്. അങ്ങനെ മിയ കോളേജിൽ വന്നു. കോളേജിൽ കുറേ ബോയ്സ് ഹീറോയിനെ കണ്ട് തക്കാളി വന്നിട്ടുണ്ടു എന്ന് പറയാം. ഹീറോയ്ക്ക് മിയൊക്കെ കുഴപ്പം, എടാ തെക്കിളിയല്ല നീ ചക്കുളി പോടാ തെണ്ടി എന്ന് മിയ പറഞ്ഞിട്ട് വരാം. എന്താ ഇവൾക്ക് കുഴപ്പ് എന്ന് പറഞ്ഞ് റാഗിട്ടായിരുന്നു. മമ്മി ഡാഡി എല്ലാം പ്ലാൻ ചെയ്ത് സർപ്രൈസ് ആയിട്ട് എല്ലാം റെഡിയാക്കി. ഹപ്പ മിയ എന്ന് വന്നാൽ മതി. അങ്ങനെ മിയ കുറച്ച് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. മിയക്ക് ക്ലാസ്സെല്ലാം കഴിഞ്ഞ് അകത്ത് പോവാ. പിങ്കി പറയാത്തു, മച്ചി നമ്മ അകത്ത് പോടി, എൻ്റെ ഡാഡി ഇവിടെ ഉണ്ടാവും വാ എന്ന് പറഞ്ഞു. റൂമിക്കകത്ത് വീട്ടിലകത്ത് വന്ന് ഡോർ എന്താ ലൈറ്റ് കാണുന്നില്ല എന്ന് പറഞ്ഞു. സർപ്രൈസ് എന്ന് പറയാം. ഹാപ്പി ബർത്ത്ഡേ മിയ കൊച്ചി. മോം എപ്പോൾ പറയാനും മിയ കൊച്ചി മിയ ബാച്ചി പറഞ്ഞാണ്. അങ്ങനെ മിയക്ക് ടെൻഷനായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ എൻ്റെ പ്രിൻസസ്, പോ ഡാഡി. ഞാൻ കേൾക്കാൻ മുടിച്ചേ ബർത്ത്ഡേ. ഇതാണ് മിയ കൊച്ചിക്ക് ഗിഫ്റ്റ്. എന്താ ഡാഡി ഇത്? മിയക്കൊരു ഗിഫ്റ്റായിട്ട് കൊടുത്ത ഡാഡി. അതെ, ഫോട്ടോത്തിൽ കാണുന്നതാ. എന്ത് ഡാഡി, ഞാൻ എൻ്റെ കൊച്ചു കുട്ടിയാ? ഇല്ലമ്മ, അതിൽ ബട്ടൺ ഒത്ത് വരാണ്. അതിനായിട്ട് അങ്ങനെ പച്ച കളർ അത് ബട്ടൺ ഒത്തി അത് ഓണായി. റിമോട്ട് കൺട്രോളാണ്, റിമോട്ടിൽ ഒത്തിയായിരുന്നു. ഹായ് പ്രിൻസസ്, ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയായിരുന്നു. അത് കേട്ട് മിയ പറയുന്ന മിയ അത് റോബോട്ട് പറഞ്ഞു കേട്ട് ഷോക്കായിരുന്നു. മിയൻ്റെ ഫ്രണ്ടിക്ക് പിങ്കിക്ക് ഷോക്ക്. എന്താ ഇത് സംസാരിക്കാൻ പറ്റുമോ? അതെ, സംസാരിക്കാൻ പറ്റൂ. അങ്ങനെയായിട്ട് അത് സംസാരിക്കൂ. ഒരു ഫ്രണ്ട്മാർ ഒരു മനുഷ്യൻ മാതിരി സംസാരിക്കും. മിയാക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് താങ്ക് യു ഡാഡി. അങ്കിൾ എന്താ തന്നത്? അങ്കിൾ എന്നാ എന്നെ മിയാക്ക് ഗിഫ്റ്റ് ഒന്ന് കൊടുത്തായിരുന്നു. എന്താ അങ്കിൾ ഇത്? ഇതൊന്ന് ഒരു ഗിഫ്റ്റാണ്, അങ്കിളിൻ്റെ ഗിഫ്റ്റ്. എന്താ അങ്കിൾ ഇത്?
ആ നീ രാവിലെ ആകുമ്പോൾ നീ ലേറ്റാകും, നിന്നെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയ മിഷീനാണ് എന്ന് പറയുന്നു. അതൊരു ക്യാറ്റായിരുന്നു, ക്യാറ്റ് റോബോട്ട്. റിയൽ ക്യാറ്റ് മരുണ്ട് അങ്കിൾ. അതെ, ഇതെൻ്റെ ഗിഫ്റ്റ്. ഡാഡി തന്നിട്ടുണ്ട് ഇങ്ങനത്തെ ഗിഫ്റ്റ്. നിൻ്റെ ഡാഡി, നീ അതിനെ ശരിയാക്കിയിട്ടുണ്ട്, ഇത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത് എൻ്റെ ഗിഫ്റ്റാണ് എന്ന് പറഞ്ഞു. മിയൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. താങ്ക് യു അങ്കിൾ. ശരി ശരി അങ്കിളുടെ. മിയ എൻ്റെ ഫ്രണ്ട് പിങ്കിക്ക് ടെൻഷനായി. എനിക്ക് ഗിഫ്റ്റ് ഇല്ല ഡാഡി. നീ പോ, നിൻ്റെ വീട്ടിലെ ഗിഫ്റ്റ് ഉണ്ട്, നിനക്ക് ഡാഗാ എന്ന് പിങ്കിക്ക് ഷാക്ക്. അതടി എന്ന് പറഞ്ഞു. അതിന് മമ്മി ഒരു ഗിഫ്റ്റ് കൊടുത്താണ്. ഇത് പെൻറ്റിലെ ഇതൊരു മാലാണ്. എന്താ മമ്മി ഇത്? ഇത് എൻ്റെ ഫാമിലി ലോക്ക് മാലാണ്. നമ്മളെ പാർട്ട്ണർ കണ്ടുപിടിക്കാൻ പറ്റിയ മാല ഉണ്ട്. എന്ത് മമ്മി മണ്ടത്തരം പറയണ? ഇല്ലടി, നിൻ്റെ ഡാഡീനെ അങ്ങനെ രണ്ടുപേരും ലവ് മാരേജ് എന്ന് പറഞ്ഞ് രണ്ടുപേരും വീട് പിങ്കാറും. ഇതോടെ ഹീറോയ്ക്ക് ടെൻഷനെ. പോ മമ്മി, ഒരാളൊക്കെ ഇതാണ് അങ്ങനെ ഹീറോ ടെൻഷനായി പോയിരുന്നു ആ മാലട്ട്. അതിന് കോളേജ് കോളേജ് രാവിലെ ആയി ഹീറോ റെഡിയായി കോളേജിൽ പോവുക. ഇന്ന് നല്ല സ്റ്റൈലായിട്ട് വരാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ നടന്ന് പാട്ട് പാടി വരായിരുന്നു. അങ്ങനെ പാട്ട് പാടി വരുമ്പോൾ പിങ്കി, എടി ഞാൻ ഐസ്ക്രീം തരാം, ഇന്ന് കോളേജ് കുറച്ച് ലേറ്റാവും എന്ന് പറഞ്ഞു. എന്തെടി ഇത്ര വേഗം വന്നത്? ഇല്ലടി, എൻ്റെ മമ്മി ഉറങ്ങായിരുന്നു, ലേറ്റായിട്ട് പോകാൻ പ്ലാൻ ഇട്ടതാ, ഇത്ര വേഗം അയച്ചതാ. ശരി എന്ന് പറഞ്ഞു. മിയ പാട്ട് പാടി ഡാൻസ് കളിച്ച് പറയായിരുന്നു. അപ്പോൾ ഇടിച്ചു, ഒരാൾ ഇടിച്ചായിരുന്നു. അയ്യോ എന്ന് പറഞ്ഞ് മിയക്ക് ഷോക്കായിരുന്നു. അയ്യോ എന്ന് പറഞ്ഞ് ഒരാൾ താഴെ വീണു. മിയക്ക് പേടിയായി. ആരത് വീണത് എന്ന് അത് നോക്കുമ്പോൾ പാവ ജിന്ന് ഇടിഞ്ഞ് താഴെ വീണു. അയ്യോ എനിക്ക് ജിന്നൊക്കെ തല കറച്ചളായിരുന്നു. അയ്യോ രക്ഷിക്കണേ എന്ന് പറയുന്നത്. അപ്പോൾ ഷുഗവാനോട് വന്ന് എന്താടാ പറ്റി എന്ന്. അയ്യോ ഇതെന്തോ ശരിയാണ്. മിയ ഓടിപ്പോയായിരുന്നു. ഓടിപ്പോയി. അപ്പം സമാധാനമായി. അങ്ങനെ ജേഹു പാട്ട് വിട്ട് ഡാൻസ് കളിച്ചു. അയ്യോ അറിയുന്നു ജേഹോ ജിബിൻ പറഞ്ഞോണ്ടെന്ന്. എന്ത് പറ്റി? അപ്പോൾ എനിക്ക് എന്തോ ഇവിടെ പറ്റുന്നു എന്ന് ഹീറോയി പറയായിരുന്നു. ഇത് കേട്ടെ പിങ്കി കേട്ടെ എന്തടി പറ്റി നടന്ന കാര്യം പറഞ്ഞു. കണ്ടിട്ടല്ലടി മറ്റേ വാടി ഇവിടുന്ന് പോവാ, ഇവിടെ എന്തോ നടക്കുന്നു എന്ന് മിയ ഓടിപ്പോയായിരുന്നു. കോളേജൊക്കെ അകത്ത് പോയി. അപ്പോൾ സമാധാനമായി. അപ്പം ജിന്നോട് കേട്ടായിരുന്നു. അപ്പം ജേഹോപ്പനോട് കേട്ടായിരുന്നു. എന്താ ഇവിടെ സംഭവിച്ച? ഒന്നും അറിയില്ലടാ.